it's Telfrog, let's fly, let's fly. Hey, it's Telfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ദ മാജിഷ്യൻസ് റെയിൻകോട്ട് എന്ന ഒരു ഫാന്റസി മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Telfrog. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു മാജിഷ്യന്റെ തിയേറ്റർ ആണ്. അവിടെ ഒരു മാജിക് ഷോ നടക്കാനായിട്ട് പോവാണ്. ഈ മാജിഷ്യൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇദ്ദേഹത്തിന്റെ ഈ ഒരു തിയേറ്റർ പണയപ്പെടുത്തിയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അയാൾക്ക് മടക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു മാജിഷ്യന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നാണ് പൈസ കൊടുക്കേണ്ട ആ ഒരു അവസാന ദിവസം. ഇന്നും ആ ഒരു പൈസ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തിയേറ്റർ മാജിഷ്യനെ നഷ്ടപ്പെടുന്നതാണ്. ഇപ്പൊ കടം കൊടുത്തിട്ടുള്ള അയാള് നമ്മുടെ മാജിഷ്യനെ കാണാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, നിന്റെ സാധന ജംഗമ വസ്തുക്കളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് മെല്ലെ ഇറങ്ങിക്കോ എന്ന് പറയാണ്. ഇപ്പൊ മാജിഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി 12 മണി വരെ എനിക്ക് സമയമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അവസാനമായിട്ട് ഇവിടെ ഒരു ഷോ നടത്താനായിട്ട് പോവാണ്. എങ്ങനെ ഈ ഒരു ഷോ നടത്തുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അത് വെച്ചിട്ട് നിങ്ങളുടെ കടം വീട്ടാന്ന് പറയാണ്. ഇപ്പൊ അയാളാണെന്നുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് വാങ്ങിയ തുക എത്രയെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി ചിലപ്പോ നിന്റെ ഈ ഒരു ഷോ ഹൗസ്ഫുൾ ആണെങ്കിൽ പോലും നിനക്ക് ആ ഒരു പൈസ തന്നു തീർക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? ആളെ മെനക്കെടുത്താതെ ഒന്ന് ഒഴിവായി താടാ. ഇത് കേട്ടിട്ട് മജിഷ്യൻ ആണെങ്കിൽ ചൂടാവുന്നുണ്ട്. ഇന്ന് രാത്രി 12 മണി വരെ എനിക്ക് സമയമുണ്ട്, അതുവരെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മജിഷ്യൻ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ ഇയാളുടെ ഷോ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ ആ ഒരു ഷോ കാണാനായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മജിഷ്യന്റെ അസിസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഡോർ മെല്ലെ അടയ്ക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ഭയങ്കര മാജിക്കൽ ആയിട്ട് നമ്മളുടെ മജിഷ്യൻ ഇറങ്ങി വരികയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും കൈയടിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇയാളുടെ എൻട്രി തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇയാൾ പുറത്ത് വന്നിട്ടാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് കാണിക്കുന്നുണ്ട്. ഇയാളുടെ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവിടെ ഇരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ഈ മജിഷ്യന് കടം കൊടുത്തിട്ടുള്ള ആ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അയാള് നമ്മുടെ മജിഷ്യനെ തന്നെ അങ്ങനെ തുറിച്ച് നോക്കിയിരിക്കുകയാണ്. ഇയാളുടെ കയ്യില് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മോതിരം ഉണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു ലേഡി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പൊ നമ്മളുടെ മജിഷ്യൻ അയാളുടെ മാജിക് സ്റ്റിക്ക് പുറത്തെടുക്കുന്നുണ്ട്. ആ ഒരു മാജിക് സ്റ്റിക്കിനെ ഒരു കത്തുന്ന മെഴുകുതിരിയാക്കി മാറ്റുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അയാള് ഈ ഒരു മെഴുകുതിരിയിലേക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ കുറച്ച് എക്സ്പ്ലോഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഈ ഒരു മെഴുകുതിരി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൂക്കളായിട്ട് ഇങ്ങനെ മാറുകയാണ്. ഈ പൂക്കള് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഓഡിയൻസിന് അദ്ദേഹം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും കിളി പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു വോളണ്ടിയറെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകളും ഞാൻ സ്റ്റേജിലേക്ക് വരാം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാളുടെ പെർഫോമൻസ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ലേഡിയെ തന്നെ നമ്മുടെ മജിഷ്യൻ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്താണ്. അവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് വന്ന് കയറുന്നുണ്ട്. ഇപ്പോ ഒരു കർട്ടന് പുറകിലുണ്ടായിരുന്ന ഒരു പെട്ടി അത് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഒരു ലേഡീനോട് അതിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ ബോക്സിലേക്ക് ആ ഒരു ലേഡീനെ കയറ്റുന്നതിന് തൊട്ട് മുന്നേ അവരുടെ ഡ്രസ്സിൽ ഭയങ്കര കാഷ്വൽ ആയിട്ട് നമ്മുടെ മജിഷ്യൻ ഒന്ന് തൊടുന്നുണ്ട്. ഇപ്പൊ അവരുടെ ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡയമണ്ട് ഉണ്ടായിരുന്നു. അത് വളരെ നൈസായിട്ട് നമ്മുടെ മജിഷ്യൻ അടിച്ചു മാറ്റാണ്. ഇതൊന്നും ആ ഒരു ലേഡി അറിയുന്നുണ്ടായിരുന്നില്ല. അവർ ആ ഒരു ബോക്സിലേക്ക് കയറി നിൽക്കുകയാണ്. ഈ ഒരു ഡയമണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ മജിഷ്യൻ ഈ ഒരു ലേഡിയെ തന്നെ ചൂസ് ചെയ്തത്. ഇപ്പോ അവർ ആ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. മജിഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഓം ക്രീം കുട്ടിച്ചാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ കാണിച്ചിട്ട് ആ ഒരു ബോക്സിലേക്ക് ഇങ്ങനെ ആക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബോക്സ് ഇപ്പൊ തുറന്നു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ലേഡി അവിടുന്ന് വാനിഷ് ആയി പോവാണ്. ആ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്ന മൊത്തം ഓഡിയൻസും ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ മജിഷ്യന് കടം കൊടുത്തിട്ടുള്ള ആ ഒരു മനുഷ്യൻ അയാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള മോതിരം അതിന് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ മോതിരം ആ ഒരു സ്റ്റേജിന്റെ നേരെ ആരും അറിയാതെ ഇങ്ങനെ നീട്ടിയിട്ട് എന്തോ ഒരു സ്പെല്ല് ചെയ്യുന്നുണ്ട്. ഈ ഒരു മോതിരത്തിൽ നിന്നാണെങ്കിൽ എന്തോ ഒരു ശക്തി അതിങ്ങനെ സ്റ്റേജിലേക്ക് പോവാണ്. എന്നിട്ട് ആ ഒരു ബോക്സിന്റെ ഹിഡൻ ആയിട്ടുള്ള ആ ഒരു കള്ളി അതിപ്പോ തന്നെ തുറക്കുന്നുണ്ട്. ഇത് തുറന്നു വീണപ്പോ തന്നെ ആളുകൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമ്മുടെ മജിഷ്യൻ ഈ ഒരു സിറ്റുവേഷനൊക്കെ വളരെ നൈസ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യാണ്. അങ്ങനെ ആ ഒരു ഷോ ഒക്കെ കഴിഞ്ഞിട്ട് മജിഷ്യൻ അയാളുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ആ ഒരു ലേഡീന്റെ അടുത്ത് അടിച്ചു മാറ്റിയിട്ടുള്ള ഈ ഒരു ഡയമണ്ട് അതിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. ഈ ഒരു ഡയമണ്ട് വിറ്റിട്ടുണ്ടെങ്കിൽ എന്റെ മുഴുവൻ കടവും തീർക്കാന്ന് മജിഷ്യൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇയാളുടെ റൂമിൽ ഒരു നോക്കിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് അത് ഈ ഒരു ലേഡി തന്നെയായിരുന്നു. അവരിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, എന്റെ ഡ്രസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡയമണ്ട് മിസ്സായിട്ടുണ്ട്. ഞാൻ ഈ ഒരു തിയേറ്റർ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് എവിടുന്ന് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ തന്നെ ആയിരിക്കും എടുത്തെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൂം ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കള്ളനായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു
ലേഡീനെ അവിടെ നിർത്തി അങ്ങനെ അപമാനിക്കുകയാണ്. ഇപ്പൊ മജീഷ്യൻ പറയാണ് എനിക്ക് അർജന്റ് ആയിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാള് അവിടെ ഉണ്ടായിരുന്ന ഒരു റെയിൻ കോട്ട് എടുത്തിട്ട് മെല്ലെ പുറത്തേക്ക് നടന്നു പോവാണ്. ഈ ഒരു ലേഡിയും അയാളുടെ പുറകെ വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ലേഡി മനസ്സിൽ വിചാരിക്കുകയാണ് എന്റെ ഡയമണ്ട് അടിച്ച് മാറ്റിയതും പോരാഞ്ഞിട്ട് എന്നെ നിർത്തി അപമാനിച്ചിട്ട് അത്ര വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു നീ വിചാരിക്കുന്നുണ്ടോ? അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാജിക് സ്റ്റിക്ക് നമ്മുടെ മജീഷ്യന് നേരെ ഇങ്ങനെ നീട്ടാണ്. ഈ ഒരു ലേഡി സാധാരണക്കാരിയായിരുന്നില്ല, അവരൊരു മന്ത്രവാദിനിയായിരുന്നു. ഇപ്പൊ മന്ത്രവാദിനി അയച്ചിട്ടുള്ള ആ ഒരു സ്പെല്ല് തട്ടിയിട്ട് എന്തൊക്കെയോ എഫക്റ്റുകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ മജീഷ്യനും അവിടുന്ന് വാനിഷ് ആയി പോവാണ്. അയാൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തൊപ്പിയും റെയിൻകോട്ടും ഇപ്പൊ അവിടെ ഊരി വീഴാണ്. ഇപ്പൊ ആ ഒരു ലേഡി നേരെ ഓടിപ്പോയിട്ട് റെയിൻകോട്ട് നിലത്തുനിന്ന് എടുത്ത് പരിശോധിക്കുകയാണ്. പക്ഷെ അതിന്റെ ഉള്ളിലൊന്നും ആ ഒരു ഡയമണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്നുണ്ട്. അവരുടെ പവർ ഉപയോഗിച്ചിട്ട് അവരും അവിടുന്ന് വാനിഷ് ആയി പോവാണ്. ഈ ഒരു സംഭവം നടന്നിട്ട് 86 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കാലഘട്ടത്തില് ഒരു ഫാമിലിയിലുള്ള 3 സിബ്ലിങ്സിനെ കാണിക്കുന്നുണ്ട്. അതിലൊരുത്തനാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജാക്ക്. അവനിപ്പോ അവന്റെ സ്കൂളിലുള്ള ആ ഒരു ടോയ്ലറ്റില് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് അവന്റെ ക്രഷിന്റെ അടുത്ത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കണ്ണാടി നോക്കി ഇങ്ങനെ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇതൊക്കെ കേട്ടിട്ട് വേറൊരുത്തൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അവൻ നല്ല രീതിയിൽ നമ്മുടെ ജാക്കിനെ പുജിക്കുന്നുണ്ട്. എന്തോന്നടേ രാവിലെ തന്നെ ചടപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവന്റെ ക്രഷ് ആ ഒരു ഹോൾവേയിൽ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള സമയം. അവളുടെ അടുത്ത് പോയി സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ അവളുടെ നേരെ ഇങ്ങനെ ഓടി വരുമായിരുന്നു. പക്ഷെ അതിലെ നടന്നു വന്നിട്ടുണ്ടായിരുന്ന വേറൊരുത്തൻ ഇവന്റെ മേത്തേക്ക് തട്ടുകയാണ്. ആ ഒരു തട്ടലില് ആശാൻ തട്ടിമുട്ടി അവിടെ പോയിട്ട് അവളുടെ മുന്നിൽ തന്നെ പോയി വീഴുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പറ്റുമെന്ന് അവള് ചോദിക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചമ്മിയിട്ടൊക്കെ ഉണ്ട്. ആശാൻ പറയണ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു വന്നപ്പോ തന്നെ ഇവർക്ക് ക്ലാസ്സിൽ കയറാനുള്ള ആ ഒരു ബെല്ലടിക്കുകയാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ പ്ലിങ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ടായിരുന്ന ജാക്കിന്റെ അനിയൻ ചാർലിനെ നമ്മൾ കാണുന്നുണ്ട്. ചാർലിയുടെ ക്ലാസ്സിന് PT പീരീഡോ അങ്ങനെ എന്തോ ആണ്. ഇവര് വോളിബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ടീം ഇടുകയാണ്. നമ്മുടെ ചാൾസിനാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറവായതുകൊണ്ട് ഇവനെ മാത്രം ഏറ്റവും അവസാനം വരുന്ന ആ ഒരു ടീമിലേക്കാണ് സെലക്ട് ചെയ്യാറുള്ളത്. ഇവരുടെ രണ്ടുപേരും സിസ്റ്റർ ആയിട്ട് ഒരാൾ കൂടിയുണ്ട്. അവളുടെ പേര് ഒളിവിയ എന്നാണ്. ഒളിവിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സയൻസിലൊക്കെ അവള് പുലിയാണ്. വെറും പുലിയല്ല, പുപ്പുലിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ഇവരുടെ ക്ലാസ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞ സമയത്ത് നമ്മുടെ ഒളിവിയ അവിടെ നിന്നിട്ട് ഈ ഒരു അസൈൻമെന്റ് അതിങ്ങനെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഇത് കേട്ടിട്ട് ഉറങ്ങി പോകുന്നുണ്ട്. ഇവരുടെ ക്ലാസ് ടീച്ചർ അടക്കം ഇത് കേട്ടിട്ട് ബോറടിച്ച് കിടന്ന് ഉറങ്ങാണ്. എന്നാൽ ഇതേ സമയത്താണ് വേറൊരു കാര്യം കാണിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന്റെ എല്ലാം തലയിൽ നിന്നും ഒരു നീല കളറിലെ എനർജി ഇപ്പൊ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഈ ഒരു ടീച്ചറിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇവരും എന്തോ മന്ത്രവാദിനിയാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ആ ഒരു ബോട്ടിൽ നിറഞ്ഞ സമയത്ത് അത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രോ നമ്മുടെ ടീച്ചർ അടച്ചു വെക്കുകയാണ്. എന്നിട്ട് ഒളിവിയനോട് മതി നീ ക്ലാസ് എടുത്തൊക്കെ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവരുടെ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അവിടെ ബെല്ലടിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഈ സമയത്ത് ഒളിവിയന്റെ ടീച്ചർ ആണെങ്കിൽ അവളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളങ്ങനെ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അവളുടെ തലയിൽ നിന്ന് ഒരു റെഡ് കളറുള്ള എനർജി അതിപ്പോ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കുപ്പിയിലേക്ക് നമ്മുടെ ടീച്ചർ ശേഖരിക്കുകയാണ്. ആവശ്യത്തിന് എനർജി ആയി കഴിഞ്ഞപ്പോ ഈ ഒരു പൈപ്പൊക്കെ അടയ്ക്കുന്ന പോലെ അവളുടെ അടുത്ത് മതി നീ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഭയങ്കര ഈവിൾ ആയിട്ടുള്ള ഒരു ചിരി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ 3 പേരും കൂടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് വരാണ്. ഈ ഒരു സമയത്ത് ഇവരുടെ അമ്മ ഇവരോട് പറയാണ്, അല്ല നാളെ നിങ്ങൾക്ക് ഹാലോവിൻ പാർട്ടിയൊക്കെ ഇല്ലേ, അപ്പൊ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂം എടുക്കാനായിട്ട് നിങ്ങളുടെ ഗ്രാൻഡ്മയുടെ വീട്ടിലേക്ക് പോയിക്കോന്ന് പറയാണ്. ഒളിവിയയ്ക്കും ചാർലിക്കും ആണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജാക്കിന് മാത്രം എന്തോ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ള രീതിയിൽ അവൻ അമ്മേനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ അമ്മേനെ മാത്രം ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, അമ്മ ടെൻഷൻ ആവണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇവരുടെ വീട് അത് ഈട് വെച്ചിട്ട് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് അവർക്ക് തിരിച്ചടയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇവരുടെ വീട് ബാങ്ക് ജപ്തി ചെയ്യാനായിട്ട് പോവാണ്. അതിനു മുന്നേ വേറെ ആർക്കെങ്കിലും ഈ ഒരു വീട് വിൽക്കാന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഈ ഒരു വീട് കാണാനായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരോട് 3 പേരോടും ഗ്രാൻഡ്മേന്റെ അടുത്തേക്ക് പോയിക്കൊള്ളാനായിട്ട് ഇവരുടെ അമ്മ പറയുന്നുണ്ടായിരുന്നത്. ഇപ്പൊ അമ്മ പറയാണ്, അതൊന്നും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ എനിക്ക് ഡീൽ ചെയ്യാവുന്നതുള്ളൂ, നീ ടെൻഷൻ അടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇവരിപ്പോ ഗ്രാൻഡ്മയുടെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഗ്രാൻഡ്മേന്റെ വീട്ടിലെത്തുകയാണ്. ആ ഒരു സമയത്ത് ഗ്രാൻഡ്മ വന്നിട്ട് ഇവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവർ 3 പേരും കണ്ടു കഴിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഗ്രാൻഡ്മ ഇപ്പൊ ചോദിക്കുകയാണ്, അല്ല ഈ ഒരു ഹാലോയിൻ വരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഗ്രാൻഡ്മേനെ പറ്റി ഓർമ്മയുള്ളോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇവരാണെന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ അങ്ങനെ പോവാണ്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാനൊന്നും സമയം കിട്ടാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഗ്രാൻഡ്മ പറയാണ്, നമ്മുടെ ബേസ്മെന്റിൽ ഒരുപാട് കോസ്റ്റ്യൂംസ് ഇരിപ്പുണ്ട്, ഞാനൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ തൊട്ടുള്ള സാധനങ്ങൾ വരെ നമ്മുടെ ബേസ്മെന്റിൽ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോസ്റ്റ്യൂമും അവിടുന്ന് എടുത്തോളാനായിട്ട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പിള്ളേർക്കാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്. അവരങ്ങോട്ടേക്ക് ഓടുകയാണ്. 86 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു മജീഷ്യൻ ഷോ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു തിയേറ്റർ അതിപ്പോ കാണിക്കുന്നുണ്ട്.
അത് ജാക്കും അവന്റെ ഫാമിലിയും ജീവിച്ചുകൊണ്ടിരുന്ന അതേ സിറ്റിയിൽ തന്നെയായിരുന്നു. ഇപ്പോ ഇവരുടെ ആ ഒരു ടീച്ചറിനെ കാണിക്കുകയാണ്. ടീച്ചർ അവരുടെ സ്കൂളിൽ നിന്ന് ഇന്ന് ആ ഒരു സ്റ്റുഡൻസിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു എനർജിയൊക്കെ ഒരു ബോട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു എനർജി അത് അവരിങ്ങനെ കുടിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ടീച്ചർ ഈ ഒരു ഡ്രിങ്ക് കുടിച്ച സമയത്ത് കുറച്ചും കൂടി യങ്ങായി വന്നിട്ടുണ്ട്. ഒരുപാട് കാലം ഇങ്ങനെ യങ്ങായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് ശരിക്കും ഒരു മന്ത്രവാദിനിയാണ്. ഇവരുടെ പേര് വീവർ എന്നാണ്. വീവറിന് ഒരു പെറ്റ് ഉണ്ടായിരുന്നു. ആ പെറ്റിന്റെ പേര് സോറോ എന്നാണ്. ഇപ്പോ സോറോനെ വിളിച്ച് പറയുന്നുണ്ട്, പെർമനന്റ് ആയിട്ട് യങ്ങായിട്ട് ജീവിക്കാൻ പറ്റുന്ന ആ ഒരു കാര്യം അതെവിടെയാണെന്നുള്ളത് തെരഞ്ഞു കണ്ടുപിടിക്കേ. അതല്ലാതെ ഇവിടെ കിടന്ന് ഓരോ കുരുത്തക്കേട് കാണിച്ചിട്ട് സമയം കളയില്ലെന്ന് പറഞ്ഞിട്ട് ഇവര് തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വസ്തു തെരഞ്ഞിട്ട് ഇപ്പൊ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ പിള്ളേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഹാലോവിൻ പാർട്ടിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാർലിക്കും ഒളിവിയയ്ക്കും അവർക്ക് പറ്റിയിട്ടുള്ള 2 കോസ്റ്റ്യൂംസ് കിട്ടിയിട്ടുണ്ട്. 2 പൈററ്റ്സിന്റെ കോസ്റ്റ്യൂംസ് ആയിരുന്നു അത്. അവരിപ്പോ ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഈ ഒരു കോസ്റ്റ്യൂമിന്റെ കൂടെയുള്ള വാള് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ജാക്കിനെ മാത്രം എത്ര നോക്കിയിട്ടും അവന്റെ സൈസിന് പറ്റിയിട്ടുള്ള കോസ്റ്റ്യൂം ഒന്നും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ തപ്പി തെരഞ്ഞിട്ട് ഒരു പഴയ റെയിൻകോട്ട് എടുത്തിട്ടാണ്. അത് മാത്രമേ അവന്റെ സൈസിന് പറ്റിയതായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടിപ്പോ കളിക്കാൻ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനും ഇവരുടെ കൂടെ കൂടുകയാണ്. അങ്ങനെ ഇവർ പുറത്തു വന്നിട്ട് ആ ഒരു ഡമ്മി വാള് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയിൽ ചാർലി പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും പൈററ്റ്സ് ആണ്, ഇവൻ ആരാന്ന് പോലും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടിയിട്ട് ആദ്യം ഇവനെ തീർക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പമ്പ് എടുത്തിട്ട് നമ്മുടെ ജാക്കിന്റെ മേത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ എടാ വെള്ളം ഒഴിച്ച് നനയ്ക്കലടാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പും കൊണ്ടിട്ട് ഇവന്റെ പുറകെ വരികയാണ്. ഇപ്പൊ വെള്ളം അടിക്കുന്ന സമയത്ത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെയിൻകോട്ടിന്റെ വള്ളി രണ്ടും കൂട്ടിക്കെട്ടി അതേ സമയത്ത് തന്നെ ചാർലി ഒളിവറും ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കാണ്. നോക്കുന്ന സമയത്ത് ഈ ഒരു റെയിൻകോട്ട് ഇട്ടുണ്ടായിരുന്ന ജാക്ക് അവന്റെ രൂപം അങ്ങനെ മാറിയിട്ടുണ്ട്. ആ ഒരു പഴയ മജീഷ്യന്റെ അതേ രൂപത്തിലാണ് ഇപ്പൊ നമ്മുടെ ജാക്ക് നിൽക്കുന്നത്. ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവാതെ നമ്മുടെ പിള്ളേർ രണ്ടുപേരും പേടിച്ചിട്ട് അവിടുന്ന് ഓടുകയാണ്. ഇവർ ഓടുന്ന കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ജാക്കിനും ഒരു രസം തോന്നിയിട്ടുണ്ട്. എന്നാൽ അവന്റെ രൂപം മാറിയിട്ടുള്ള കാര്യം അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഓഹോ, നിങ്ങൾ ക്യാരക്ടറായി മാറിയതാണല്ലേ, നിക്കടാ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവന്മാരായിട്ട് അവിടുന്ന് ഓടിക്കുന്നുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവര് നേരെ ഇവരുടെ ഗ്രാൻഡ്മാന്റെ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിൽ അടയ്ക്കുന്നുണ്ട്. വാതിൽ തുറക്കടാന്ന് പറഞ്ഞിട്ട് ജാക്കാണെന്നുണ്ടെങ്കിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അകത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിന് വിളിക്കും. ഒളിവിയാണെന്നുണ്ടെങ്കിൽ നീ ആരടാ, എന്റെ ബ്രദർ എവിടെയെന്നൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ജാക്ക് പറയാണ്, ഏയ് ഞാൻ തന്നെയാണ് നിങ്ങളെ ബ്രദർ, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇപ്പൊ ഈ ഒരു പിള്ളേർ രണ്ടും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജനലിൽ കൂടെ ഇവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഈ ഒരു ജനലില് ഇവന്റെ റിഫ്ലക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ജാക്കിനും കാര്യം മനസ്സിലായത്. എടാ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ബ്രദർ, ഇതെന്താ സംഭവിക്കുന്നേ, കണ്ടില്ല ഈ ഒരു സെയിം ഡ്രസ്സ് തന്നെയല്ലേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ, വേണമെങ്കിൽ ഞാൻ ഈ ഒരു കോട്ട് അഴിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ ഒരു കോട്ട് ഇപ്പൊ ജാക്ക് അഴിക്കുന്നുണ്ട്. എന്നാൽ കോട്ട് അഴിച്ച അതേ സമയത്ത് തന്നെ ജാക്കിന്റെ രൂപം മാറിയിട്ട് അവന്റെ സ്വന്തം രൂപത്തിലേക്ക് എത്താണ്. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴേക്കും ഇവര് 3 പേരും കിളി പോയിട്ട് അങ്ങനെ നിൽക്കാണ്. പിള്ളേരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. അവർ ആ ഒരു ഡോർ തുറന്നിട്ട് ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. ചാർലി ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണിക്കുന്നത് പറയാണ്. ഇപ്പൊ ആ ഒരു വള്ളി അവൻ വീണ്ടും കൂട്ടിക്കെട്ടുന്നുണ്ട്. അന്ന് അതേ സമയത്ത് തന്നെ ആ ഒരു മജീഷ്യന്റെ രൂപത്തിലേക്ക് അവൻ മാറിയിട്ടുണ്ട്. ഈ ഒരു വള്ളി അയച്ച സമയത്ത് വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ട്. ചാർലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റെയിൻകോട്ട് വാങ്ങിയിട്ട് അവനും ഇട്ട് നോക്കാണ്. ഈ ഒരു റെയിൻകോട്ട് ഇട്ട ഉടനെ തന്നെ അവനും ആ ഒരു മജീഷ്യന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ചാർലി പറയാണ്, ഓ കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലേ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഒളിവി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോട്ടൊന്ന് തരാൻ വേണ്ടി പറയാണ്. എന്നിട്ട് ഈ ഒരു റെയിൻകോട്ട് അവള് വാങ്ങിച്ചിട്ടിട്ടാണ്. അവളും ഇപ്പൊ ഈ ഒരു മജീഷ്യന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, നോക്ക് എനിക്ക് ബൈസപ്സ് ഒക്കെ വന്നതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് 3 പേരും കിളി പോയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും സയൻസ് കാണുന്നത് നമ്മുടെ ഒളിവി ഇപ്പൊ പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിവൈസോ ഇനി എന്തെങ്കിലും സെറ്റപ്പോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു കോട്ട് മുഴുവനും ഇങ്ങനെ അരിച്ചു പറിക്കി നോക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു റെയിൻകോട്ടിന്റെ പിന്നിലായിട്ട് ഈ ഒരു മജീഷ്യന്റെ പേര് എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ പിള്ളേര് കാണുന്നത്. ഇപ്പൊ ഇവര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് 1086 വർഷങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു മാജീഷ്യൻ ആണ്. അയാള് നമ്മുടെ സെയിം ടൗണിലാണ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അയാളെ കാണാതായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ഇവര് 3 പേരും കൂടിയിട്ട് ഈ ഒരു മാജീഷ്യൻ പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു തിയേറ്ററിലേക്ക് ഒന്ന് പോയി നോക്കാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവര് 3 പേരും കൂടിയിട്ട് ആ ഒരു തിയേറ്ററിൽ എത്തുന്നുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും ഈ ഒരു റെയിൻകോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവിടെ മുഴുവനും ഇവരിങ്ങനെ തെരഞ്ഞു നോക്കുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമെന്നുള്ളത്. ഈ ഒരു സമയത്ത് സീലിംഗിന്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടയില് ഒരു മോൺസ്റ്റർ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമ്മുടെ ചാർലി കാണുകയാണ്. ഇത് കണ്ടിട്ട് ഇവൻ പേടിച്ചിട്ട് ഒളിവിയനോട് പറയുന്നുണ്ട്, ഇവിടെ എന്തോ സംഭവങ്ങളുണ്ട് ഗൈസ്, ഇനി അധികം സമയം അവിടെ നിൽക്കണ്ട, നമുക്ക് പുറത്തേക്ക് പോവാന്ന് പറയുന്നുണ്ട്. ഒളിവിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഒരു ഹോളിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വവ്വാലുകൾ ഇങ്ങനെ പറന്നു വരികയാണ്. അതിപ്പോ അവരുടെ നേരെയാണ് വന്നോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് 3 പേരും പേടിച്ചിട്ട് ഉറക്കെ കറിക്ക് വീട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക്
ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് ഓടിയിട്ട് ഈ ഒരു തിയേറ്ററിന്റെ പുറത്ത് എത്തിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നുള്ളതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്താണ് അവിടെ കുറച്ച് ആൾക്കാർ ബാസ്കറ്റ് ബോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഇപ്പൊ ചാർലി ജാക്കിന്റെ കയ്യിൽ നിന്ന് ആ ഒരു റെയിൻ കോട്ട് വാങ്ങിയിടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മജീഷ്യന്റെ രൂപത്തില് ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇപ്പോ ആ ഒരു ബോള് അവനവിടെ ഇങ്ങനെ ചവിട്ടി പിടിച്ച് വെച്ചേക്കാണ്. ഈ ഒരു ബോൾ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് എല്ലാരെയും വെട്ടിച്ചിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഗോൾ ഇടുന്നുണ്ട്. ഇപ്പൊ ഇവന്റെ ഈ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എടാ നീ അടിപൊളിയായിട്ട് കളിച്ചു, ഞങ്ങളുടെ ടീമിലേക്ക് ഇനി കളിക്കാനായിട്ട് വരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഇപ്പോ നമ്മുടെ മന്ത്രവാദിനായിട്ടുള്ള വീവർ പുറത്തു പോയിട്ട് എന്തൊക്കെയോ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് സോറോ ഇപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് വീവറിനോട് പറയാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് തപ്പി നടന്നിട്ടുള്ള ആ ഒരു റെയിൻ കോട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വീവറിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വീവർ പറയാണ് എന്ത് ആ ഒരു മാജിഷ്യന്റെ റെയിൻ കോട്ട് നിനക്ക് കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സോറോ പറയാണ് അതൊരു 3 കുട്ടികളുടെ അടുത്താണ് ഉള്ളത്, അത് നമുക്ക് എങ്ങനെയെങ്കിലും കൈക്കലാക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തിയേറ്ററിൽ വെച്ചിട്ട് നമ്മൾ ചാർലി കണ്ടിട്ടുള്ള മോൺസ്റ്റർ മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ സോറോ തന്നെയായിരുന്നു. വീവർ ഇപ്പോ എല്ലാ കാലവും ഞാൻ എങ്ങായിട്ടിരിക്കാനുള്ള ആ ഒരു വഴി നമ്മൾ കണ്ടുപിടിച്ചു എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ നമ്മുടെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ആ ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചാർലി പറയുന്നുണ്ട് കണ്ടില്ലേ ഞാൻ എന്താ അടിപൊളിയായിട്ടാണ് കളിച്ചതെന്ന്. നമ്മുടെ സ്കൂളിൽ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്നെ ടീമിൽ പോലും എടുക്കാറില്ല, എനിക്ക് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നാഷണൽ ലെവൽ വരെയൊക്കെ എത്തിപ്പോയനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പൊ പെട്ടെന്ന് ചാർലിക്ക് ഒരു വോയിസ് കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവൻ താഴേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ നിലത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വെള്ളത്തില് ആ മജീഷ്യന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. മജീഷ്യൻ ഇപ്പോ ഇവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് കുറെ കാലങ്ങൾക്ക് മുന്നേ കാതറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രവാദിനി എന്നെ ശപിച്ചിട്ട് വേറൊരു ഡയമെൻഷനിലേക്ക് അയച്ചതാണ്. ഇപ്പോ അവർക്ക് മാത്രമേ എന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ഡയമെൻഷനിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് സമയം പോലും മനസ്സിലാവുന്നില്ല. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കാതറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മന്ത്രവാദിനെ പോയി കണ്ടിട്ട് എന്നെ ഈ ഒരു ശാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പറ എന്നിങ്ങനെ പറയുന്നുണ്ട്. മജീഷ്യൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മജീഷ്യന്റെ റിഫ്ലക്ഷൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് തുടച്ചു കളയാണ്. അതുകൊണ്ട് തന്നെ മജീഷ്യനെ ഇപ്പൊ കാണാതാവുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിള്ളേര് നേരെ പോയത് അവരുടെ ഗ്രാൻഡ്മയുടെ വീട്ടിലേക്കായിരുന്നു. ഇപ്പൊ ഗ്രാൻഡ്മേനോട് ഈ മജീഷ്യനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഗ്രാൻഡ്മയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പഴയ ആൽബം എടുത്തിട്ട് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഞാനൊക്കെ ജനിക്കുന്നതിനും ഒരുപാട് വർഷം മുന്നേ ഈ ഒരു ടൗണിൽ ഇങ്ങനെ ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം അയാളെ കാണാതാവുമായിരുന്നു. അങ്ങനെ ഈ ഒരു മജീഷ്യനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗ്രാൻഡ്മ ഇപ്പോ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മന്ത്രവാദിനായിട്ടുള്ള വീവറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടില് ഒരു വലിയ സ്പെല്ല് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് എല്ലാം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു മാജിക്കൽ സ്പിയർ അതിനുള്ളിൽ നിന്നും ഇങ്ങനെ പൊങ്ങി വരികയാണ്. ഈ റെയിൻകോട്ട് ഇരിക്കുന്ന ഭാഗം ഈ ഒരു സ്പിയറിന്റെ ഉള്ളിൽ ഇപ്പൊ തെളിഞ്ഞു വരികയാണ്. അത് മാത്രമല്ല നമ്മുടെ ഗ്രാൻഡ്മയുടെ വീടിന്റെ തൊട്ടു മുന്നിലായിട്ട് ഒരു കാക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കാക്കേനെ മുഴുവനായിട്ടും നമ്മുടെ വീവർ ചില സ്പെല്ലുകൾ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാക്ക കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്പിയർ വഴി നമ്മുടെ വീവറിനെ കാണാനായിട്ട് സാധിക്കും. കാക്കേനെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു വീടിനുള്ളിലേക്ക് പറത്തി വിടുകയാണ്. ഇപ്പൊ ഒരു സോഫയുടെ മുകളിൽ ഇരിക്കുന്ന ഈ റെയിൻകോട്ട് കൊത്തിയെടുത്തിട്ട് കാക്ക അവിടുന്ന് പറന്നു പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ടിട്ട് നമ്മുടെ പിള്ളേര് അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു റെയിൻകോട്ട് ഇവർ പിടിച്ചു വലിച്ചെടുക്കുകയാണ്. എന്നാലും ഈ ഒരു കാക്കേനെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു കോട്ട് കൈക്കലാക്കാനായിട്ട് മാക്സിമം നമ്മുടെ വീവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാരും കൂടിയിട്ട് ആ കാക്കേനെ അടിച്ച് വീടിന് പുറത്താക്കുകയാണ്. വീവറാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സാഡ് ആവുന്നുണ്ട്. കാരണം ഒരുപാട് മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവൾ ഇങ്ങനെ ഒരു സ്പെല്ല് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീവറിന് നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ സോറോനെ വിളിച്ചിട്ട് അവന്റെ കയ്യിലേക്ക് ഒരു മാജിക്കൽ ചൂല് കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു റെയിൻകോട്ട് കൈക്കലാക്കിയിട്ട് വരാനായിട്ട് നമ്മുടെ സോറോനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ്. 86 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മജീഷ്യന്റെ ആ ഒരു തിയേറ്റർ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആ മന്ത്രവാദി ഉണ്ടല്ലോ, കയ്യിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോതിരമൊക്കെ ഇട്ട് വന്നേ, അയാള് ഇത്രയും കാലമായിട്ട് മരിച്ചിട്ടില്ല. ഈ മന്ത്രവാദി ബാങ്കുകാർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ജാക്കിന്റെ വീട് സ്വന്തമാക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൂറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ വീവർ കൊടുത്തിട്ടുള്ള ആ ഒരു ചൂലിന്റെ മുകളിൽ കയറിയിട്ട് നമ്മുടെ ലുട്ടാപ്പിയൊക്കെ കുന്തത്തിന്റെ മുകളിൽ ഇങ്ങനെ പറന്നു പോകില്ലേ എന്ന് പറയുന്നത് പോലെ മേഘത്തിന്റെ മുകളിലൂടെ എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ഇപ്പൊ ജാക്കിന്റെ ഗ്രാൻഡ്മയുടെ വീടിന്റെ ആ ഒരു ഭാഗത്തേക്ക് അവനിങ്ങനെ പറന്നിറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ആകാശത്തുനിന്ന് അതിവേഗത്തില് ചീറിപ്പഞ്ഞിങ്ങനെ താഴേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു പേടകം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് നേരെ പോയിട്ട് ഇവരുടെ ഗ്രാൻഡ്മാന്റെ വീടിന്റെ മുന്നിലുള്ള ആ ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് പോയി ഇടിക്കുകയാണ്. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ജാക്കിന്റെ അമ്മ ഈ പിള്ളേരെ കൂട്ടിയിട്ട് അവരുടെ കാറിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ മുന്നിലായിട്ട് ഒരു നോട്ടീസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയും വേഗം ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി തരണം എന്നായിരുന്നു ആ ഒരു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് ജാക്കിന്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഇത് ആരാണ് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്താണ് ആ ഒരു മന്ത്രവാദി അവിടെ ഇരിക്കുന്നത് ജാക്കിന്റെ അമ്മ കാണുന്നത്. ഇപ്പൊ മന്ത്രവാദി പതിയെ അവിടെ എണീറ്റിട്ട് ജാക്കിന്റെ അമ്മയുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. ബാങ്കിന് നിങ്ങൾ കൊടുക്കാനുള്ള മുഴുവൻ പൈസയും ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് തന്നിട്ട് എത്രയും വേഗം ഇവിടുന്ന് ഇറങ്ങാനായിട്ട് പറയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് 3 പിള്ളേരും കൂട്ടിയിട്ട് വീടിന്റെ പുറകു വശത്തേക്ക് ഓടുകയാണ്. പോകുന്ന പോക്കില് ജാക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മജീഷ്യന്റെ റെയിൻ കോട്ട് എടുത്തിടുന്നുണ്ട്. എന്നിട്ട് മജീഷ്യന്റെ രൂപത്തിലാവാണ്. അങ്ങനെ
ഇവർ 3 പേരും കൂടിയിട്ട് ഇവരുടെ വീടിന്റെ ബാക്കിലത്തെ ഡോർ വഴി അകത്തേക്ക് കയറുകയാണ്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാജിഷ്യന്റെ വേഷത്തില് ഇപ്പൊ ഫ്രണ്ട് ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ജാക്കിനെ കണ്ടു കഴിഞ്ഞ സമയത്ത് ജാക്കിന്റെ അമ്മയ്ക്ക് അത്ഭുതമാണ്. ആരാണ് വീടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്നുള്ള രീതിയിൽ അവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാല് ജാക്ക് ഇപ്പൊ നേരെ മന്ത്രവാദിയോട് പറയാണ്, നിങ്ങൾ ഈ ഒരു വീട് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. നിയമപരമായിട്ട് അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മന്ത്രവാദിനെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രവാദി ഇപ്പോ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ചാർലിയും ഒളിവിയും വിക്കിപീഡിയന്ന് എന്തൊക്കെയോ ഡോക്യുമെന്റ് വെറുതെ ഇങ്ങനെ പ്രിന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അത് ഒരു 1500 പേജ് വരും. ഇപ്പൊ ഈ ഒരു പേജ് ജാക്കിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ജാക്കാണെന്നുണ്ടെങ്കിൽ ഇവർ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുള്ള ആ ഒരു പേജ് മുഴുവൻ വാങ്ങിയിട്ട് മന്ത്രവാദിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ഒരു ഡോക്യുമെന്റ്സ് മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്ക്, എന്താണ് ഈ ഒരു വീട് വാങ്ങാനുള്ള പ്രശ്നം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിങ്ങനെ പറയാണ്. മന്ത്രവാദിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് ഒരുപാട് ഉണ്ടല്ലോ, ശരി കുഴപ്പമില്ല, ഞാനിത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം അവിടുന്ന് പോവുകയാണ്. ഈ ഒരു സമയത്ത് ജാക്കിന്റെ അമ്മ നീ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാണ്ട് ജാക്ക് ഇപ്പോ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് ഇപ്പൊ ബാക്കിലത്തെ ഡോർ വഴി ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കോട്ട അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ജാക്ക് അവന്റെ സ്വന്തം രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ഐഡിയ വർക്കൗട്ട് ആയി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഹൈഫൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒളിവിയ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാണ്, ഈ പ്രശ്നം തൽക്കാലം ഒന്ന് സോൾവ് ആയിരുന്നേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു വീടിനെ നമ്മൾ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട്, എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പൊ ചാർലി പറയാണ്, നമുക്ക് ആ ഒരു മാജിഷ്യനോട് തന്നെ ചോദിച്ചാലോ എന്നിങ്ങനെ പറയാണ്. ഇവൻ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് എല്ലാവരും യോജിക്കുന്നുണ്ട്. ചാർലി ഈ ഒരു റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്. ഇവർ 3 പേരും ഇപ്പൊ ഇവരുടെ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ ഒരു നിലത്തേക്ക് ഒഴിക്കുകയാണ്. കുറെ നേരം അവരവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോ നമ്മുടെ മജിഷ്യന്റെ നിഴല് ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ അവര് ആ ഒരു മജിഷ്യനോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അർജന്റ് ആയിട്ട് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട്, അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മജിഷ്യൻ ആണെന്നുണ്ടെങ്കിൽ, മക്കളെ ഞാനൊരു മന്ത്രവാദി ഒന്നുമല്ല, വെറും മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ക്യാഷ് ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. അത് മാത്രമല്ല, എനിക്കും ഒരുപാട് പൈസയ്ക്ക് ആവശ്യം വന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഡയമണ്ട് കാത്രിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത്. അതുകൊണ്ടാണ് അവരെന്നെ ശപിച്ചിട്ട് വേറെ ഡയമെൻഷനിലേക്ക് അയച്ചത്. ഇപ്പോ അവർക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾ കാത്രിനെ കണ്ടിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ഇവര് പറയാണ്, നിങ്ങൾ ഈ ഒരു ഡയമെൻഷനിൽ പെട്ടുപോയിട്ട് ഇപ്പോ 86 വർഷം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കാത്രിനെ കണ്ടുപിടിക്കുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് മജിഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. 86 വർഷം കഴിഞ്ഞു എന്നോ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. പിള്ളേരാണെന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് പറയുന്നുണ്ട്. മജിഷ്യൻ പറയാണ്, കാത്രിൻ ഒരു മന്ത്രവാദിനി ആയതുകൊണ്ട് തന്നെ അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാനായിട്ട് പറയാണ്. ഇപ്പോ കാത്രിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാന്ന് നമ്മുടെ പിള്ളേര് മജിഷ്യന് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മജിഷ്യൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ പിള്ളേര് നെറ്റ് വഴി ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് ഈ കാത്രിൻ എന്ന ആ ഒരു മന്ത്രവാദിനെ പറ്റിയിട്ട്. അങ്ങനെ ഇവർക്ക് ഒരു ലൊക്കേഷൻ കിട്ടുകയാണ്. കാത്രിനെ തേടിയിട്ട് ഈ ലൊക്കേഷനിലേക്ക് നമ്മുടെ പിള്ളേര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ പോകുന്ന റോഡിന്റെ നടുക്കായിട്ട് ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഈ ഒരു പോർട്ടലിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ വീവർ എന്ന ആ ഒരു മന്ത്രവാദിനി അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. വീവറിനെ കണ്ടിട്ട് ഒളിവിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഇവളുടെ സയൻസ് ടീച്ചർ ആണല്ലോ ഈ ഒരു വീവർ. ഇപ്പൊ വീവർ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാജിക് സ്റ്റിക്ക് എടുത്തിട്ട് ഇവരുടെ നേരെ വീശാണ്. ഇപ്പൊ മാജിക് സ്റ്റിക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്പെല്ല് നേരെ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്നും ആ ഒരു റെയിൻകോട്ട് ഇപ്പൊ നേരെ വീവറിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. എന്നാൽ ഈ ഒരു റെയിൻകോട്ട് വിട്ടുകൊടുക്കാനായിട്ട് ഒളിവി ഒട്ടും തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു റെയിൻകോട്ടിന്റെ മുകളിലേക്ക് കയറി പിടിക്കുകയാണ്. ഇപ്പൊ വീവർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെയിൻകോട്ട് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ ഒളിവിയെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഒളിവിയ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടു കഴിഞ്ഞപ്പോ അവളുടെ ബ്രദേഴ്സും ഈ ഒരു റെയിൻകോട്ട് പിടിച്ചു വലിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നേരം ഈ ഒരു റെയിൻകോട്ടിന് വേണ്ടിയിട്ട് അവരവിടുന്ന് പിടിയോലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒളിവിയ നൈസായിട്ട് ആ ഒരു റെയിൻകോട്ട് അതിന്റെ ഉള്ളിലേക്ക് കൈ കടത്തിയിട്ട് ഈ ഒരു റെയിൻകോട്ട് അവൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒളിവിയ ആ ഒരു മജീഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. ഒളിവിയ മജീഷ്യനായിട്ട് മാറിയ അതേ സമയത്ത് തന്നെ ഈ റെയിൻകോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പച്ച കളർ സ്പെല്ല് പുറത്തേക്ക് വരികയാണ്. ഈ സ്പെല്ല് തട്ടിയിട്ട് നമ്മുടെ വീവർ അയച്ചിട്ടുള്ള ആ ഒരു സ്പെല്ല് ബ്രേക്ക് ആയി പോവാണ്. പിന്നീട് ഒരുപാട് പ്രാവശ്യം വീവർ ഒലിവിയയ്ക്ക് നേരെ ഇങ്ങനെ സ്പെല്ല് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു റെയിൻകോട്ട് ഒരു രക്ഷാ കവചമായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ സ്പെല്ലുകളൊന്നും നമ്മുടെ ഒലിവിയനെ ഏൽക്കുന്നില്ല. അവളിങ്ങനെ നൈസായിട്ട് ആ ഒരു സ്പെല്ലുകളൊക്കെ ഇങ്ങനെ തട്ടി തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീവറിന് മനസ്സിലായിട്ടുണ്ട് ഇനി ഈ ഒരു ടെക്നിക്ക് കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഒലിവിയനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വെറുപ്പിച്ചിട്ട് ആ ഒരു സമയത്ത് അവളുടെ തലയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ചുമന്ന എനർജി അത് ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മുടെ വീവർ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു എനർജി തന്നെ നമ്മുടെ വീവർ എടുത്ത് കുടിക്കുകയാണ്. ആ ഒരു എനർജിയുടെ ശക്തിയിൽ ഇപ്പൊ ഒലിവിയുടെ നേരെ വീവർ ഒരു സ്പെല്ല് അയക്കുന്നുണ്ട്. ഈ ഒരു സ്പെല്ല് കൃത്യമായിട്ട് ഒലിവറിനെ പോയി തട്ടുന്നുണ്ട്. ആ ഒരു സ്പെല്ല് അവളുടെ മേത്ത് തട്ടി അതേ സമയത്ത് തന്നെ ഒലിവറിന്റെ ദേഹത്തുനിന്ന് ആ ഒരു റെയിൻകോട്ട് ഇപ്പൊ നമ്മുടെ വീവറിന്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. വീവർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ബോൾ ഇപ്പൊ ബാക്ക് സൈഡിലേക്ക് ഇടുന്നുണ്ട്. ഈ ഒരു ബോൾ നിലത്ത് വീണ അതേ സമയത്ത് തന്നെ വീവറിന്റെ ബാക്കിലായിട്ട് ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. ഈ ഒരു പോർട്ടലിൽ കൂടെ വീവർ അവരുടെ ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. ഇപ്പോ അവിടെ വെച്ചിട്ട് ഈ ഒരു കോട്ടിന്റെ ഉള്ളിലുള്ള ആ ഒരു പവർ അത് പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മുടെ വീവർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ശ്രമിച്ചിട്ടും വീവറിന് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ ഈ ഒരു മാജിക്കും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ബുക്കൊക്കെ നമ്മുടെ വീവർ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് പുതിയ പുതിയ സ്പെല്ലുകൾ ഈ ഒരു റെയിൻകോട്ടിലേക്ക് അയച്ചു
അയച്ചു നോക്കുകയാണ്. പക്ഷേ ഒന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ സോറോ പറയാണ് നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് കാത്രീനെ ഒന്ന് വിളിച്ചോടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വീവർ പറയാണ് അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അതുകൊണ്ട് നീ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് വീവർ വീണ്ടും ഈ ഒരു ബുക്ക് വായിച്ചിട്ട് അതിലത്തെ സ്പെല്ലുകൾ മുഴുവനും ഈ ഒരു കോട്ടിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് കണ്ടിട്ടുള്ള ആ ഒരു അഡ്രസ്സിലേക്ക് വന്നേക്കാണ്. ഒരുപാട് നേരം ഈ അഡ്രസ്സിലുണ്ടായിരുന്ന വീടിന്റെ വാതിൽ മുട്ടി നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ആരും തുറക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് അവർ പോവാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവര് പോവാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് വീടിന്റെ സൈഡിലായിട്ട് ഒരാൾ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇവർ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അത് കാത്രീൻ ആണ്. 86 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് അവരെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആയിരുന്നു അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. കാത്രീൻ പറയാണ് 86 വർഷമായിട്ട് ഞാൻ ആ ഒരു കോട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ പിന്നീട് ഒരുപാട് ആലോചിച്ചപ്പോ ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാജിഷ്യനെ എന്റെ ശാപത്തിൽ നിന്നും ഞാൻ റിലീസ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കോട്ട് എന്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അതെനിക്ക് ചെയ്യാനായിട്ട് പറ്റുക. അതിനു വേണ്ടിയിട്ട് ഈ റെയിൻ കോട്ട് കണ്ടുപിടിക്കാനായിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കാത്രീൻ അവരോട് പറയാണ്. ഇപ്പൊ ഇവരും ആ ഒരു കാര്യത്തിന് ഓക്കെ പറഞ്ഞിട്ട് റെയിൻ കോട്ട് തെരഞ്ഞു പോകുന്നുണ്ട്. വീവർ ഇവരുടെ സ്കൂളിലെ സയൻസ് ടീച്ചർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വീവറിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേര് ഇവരുടെ സ്കൂളിലെ സയൻസ് ലാബിലേക്ക് പോവാണ്. ഇതേ സമയത്ത് വീവറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിലിരുന്നിട്ട് ഈ റെയിൻ കോട്ടിന്റെ ഉള്ളിൽ നിന്നും എങ്ങനെ ആ ഒരു ശക്തി പുറത്തു കൊണ്ടുവരാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വീവറിന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പൂച്ച ഈ റെയിൻ കോട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഈ റെയിൻ കോട്ടിന്റെ ഉള്ളിലേക്ക് കയറിയതുകൊണ്ട് തന്നെ പൂച്ച ഇപ്പൊ മജിഷ്യന്റെ രൂപത്തിലേക്ക് ആവുകയാണ്. മജിഷ്യന്റെ രൂപത്തിലുള്ള പൂച്ച ഇതിലേക്ക് എങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അവിടെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയൊരു സഞ്ചി ഈ പൂച്ച കാണുന്നുണ്ട്. പൂച്ച ആ ഒരു സഞ്ചി ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ട്. വീവർ ഇപ്പോ അതൊന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ പൂച്ച അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സഞ്ചി ഇങ്ങനെ തട്ടി കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഒരു സഞ്ചിന്റെ ഉള്ളിലാണ് പോർട്ടലുകൾ ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ ചെറിയ ബോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ തട്ടിക്കളിച്ചിട്ട് ആ സഞ്ചി പൂച്ച ഇപ്പൊ നിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. സഞ്ചി നിലത്ത് വീണ അതേ സമയത്ത് തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ബോളുകൾ 4 ഭാഗത്തേക്ക് ഇങ്ങനെ ചെതറിത്തെറിക്കുകയാണ്. ആ ഒരു ഭാഗത്ത് മുഴുവനും ഒരുപാട് പോർട്ടലുകൾ ഇപ്പൊ ഉണ്ടായി വരുന്നുണ്ട്. അതിലൊരു പോർട്ടല് ഇവരുടെ സ്കൂളിലെ സയൻസ് ലാബിലേക്ക് കണക്ട് ചെയ്യുന്ന പോർട്ടലായിരുന്നു. ഇപ്പോ ഈ ഒരു പോർട്ടൽ കണ്ടപ്പോ തന്നെ നമ്മുടെ പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ സംഭവിക്കാനായിട്ട് പോവാണ്. പിള്ളേരാണെന്നുണ്ടെങ്കിൽ പേടിച്ച് അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന മാജിഷ്യന്റെ രൂപത്തിലുള്ള പൂച്ച ഈ ഒരു പോർട്ടൽ വഴി സയൻസ് ലാബിന്റെ ഉള്ളിലേക്ക് വീഴാണ്. ഈ മാജിഷ്യന്റെ രൂപത്തിലുള്ള പൂച്ചയുടെ മൊത്തത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ പിള്ളേർക്ക് ഇത് പൂച്ചയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൂച്ചേനെ പിടിച്ചിട്ട് അതിന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു കോട്ട് അഴിച്ചെടുക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേഗത്തിൽ ഇതിലെ ഇങ്ങനെ ഓടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഒളിവിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ലാബിലുണ്ടായിരുന്ന ഒരു ലേസർ അവള് കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ നിലത്തേക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്ത് അടിക്കുന്നുണ്ട്. പൂച്ചയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള പോയിന്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ പ്രാണിയാണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പോയിന്റിന്റെ പുറകെ വരുന്ന ആ ഒരു ശീലം അത് തന്നെ നമ്മുടെ ഒളിവി ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. പൂച്ച ഈ ഒരു പോയിന്റ് കണ്ട ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ആ ഒരു ലേസർ പോയിന്റിൽ ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചെക്കന്മാർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു പൂച്ചയുടെ മുകളിലേക്ക് ചാടി വീഴാണ്. എന്നിട്ട് ആ ഒരു കോട്ട് അഴിച്ചെടുക്കുന്നുണ്ട്. കോട്ട് അഴിച്ച് അതേ സമയത്ത് തന്നെ പൂച്ച അവിടുന്ന് ഓടിപ്പോവാണ്. എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും വീവർ ഈ ഒരു സയൻസ് ലാബിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. വീവറിനെ കണ്ടപാട് നമ്മുടെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. പുറകെ തന്നെ വീവറും വരുന്നുണ്ട്. ഇപ്പൊ ജാക്കാണെന്നുണ്ടെങ്കിൽ ഒളിവിയയ്ക്കും ചാർലിക്കും ആ ഒരു റെയിൻകോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഈ ഒരു റെയിൻകോട്ട് കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഓടിക്കോ. ആ ഒരു സമയത്ത് വീവറിനെ ഞാൻ ഡിസ്ട്രാക്ട് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോ അവർ രണ്ടുപേരും കൂടിയിട്ട് ഈ കോട്ടും കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഓടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒളിവറിനാണെന്നുണ്ടെങ്കിൽ തീരെ വയ്യാതാവുന്നുണ്ട്. ചാർലി ഇപ്പോ ഈ ഒരു ജാക്കറ്റ് എടുത്തിടുന്നുണ്ട്. മജിഷ്യന്റെ രൂപത്തിലായിട്ടുണ്ട്. എന്നിട്ട് ഒളിവറിനെയും എടുത്തോണ്ട് പുറത്തേക്ക് ഓടുകയാണ്. ഈ ഒരു സമയപ്പത്തേക്കും ജാക്കിന്റെ മുന്നിലേക്ക് വീവർ വന്ന് നിന്നിട്ടുണ്ട്. ഈ ഒരു സ്കൂളിന്റെ ഉള്ളിൽ ഇതിലേക്ക് വീവറിനെ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. വീവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാജിക് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ജാക്കിന് നേരെ ഓരോ സ്പെല്ലുകൾ ഇങ്ങനെ അയക്കുന്നുണ്ട്. അതിലൊന്നും പെടാതെ ഇവനിങ്ങനെ കുറെ ദൂരം ഓടുന്നുണ്ട്. പക്ഷെ അവസാനം വീവർ അയച്ചിട്ടുള്ള ആ ഒരു സ്പെല്ല് നമ്മുടെ ജാക്കിന്റെ മേലെ പോയി തട്ടുകയാണ്. ജാക്ക് ഇപ്പോ അവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വീവർ അവന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് ആ ഒരു കോട്ട എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. ഇവനെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വീവർ ഇപ്പോ സോറോനെ വിളിച്ച് പറയുന്നുണ്ട്. സോറോ ജാക്കിനെ പിടിക്കാനായിട്ട് അവന്റെ നേരെ കൈകളൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് വരുന്നുണ്ട്. സോറോനെ കണ്ടപ്പോ തന്നെ ജാക്കിന് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ചാർലിയും ഒളിവിയും കൂടി നേരെ പോയത് നമ്മുടെ കാത്രീന്റെ അടുത്തേക്കായിരുന്നു. കാത്രീന്റെ വീട്ടിലേക്ക് ഇവരിങ്ങനെ ഓടി പോകുന്നുണ്ട്. കാത്രീൻ വാതിൽ തുറന്ന സമയത്ത് ഈ ഒരു മാജിഷ്യനെ കണ്ടിട്ട് പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട്. ചാർലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജാക്കറ്റ് ഇപ്പൊ മെല്ലെ അഴിക്കുകയാണ്. നീയാണത്, നിങ്ങൾ ഈ ഒരു ജാക്കറ്റ് കണ്ടുപിടിച്ചോ, അകത്തേക്ക് കയറിയോന്ന് പറഞ്ഞിട്ട് കാത്രീൻ ഇവരെ വിളിച്ച് അകത്തേക്ക് കയറ്റാണ്. ഇപ്പൊ ഈ ഒരു ജാക്കറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ മജിഷ്യനെ ആ ഒരു ഡയമെൻഷൻ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് പുതിയൊരു സ്പെല്ല് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അതിന്റെ അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഈ ഒരു കോട്ടും ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്പെല്ലിലേക്ക് ചേർക്കുന്നുണ്ട്. അതിപ്പോ
ഇവരുടെ വീടിന്റെ ആ ഒരു തറയിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഇവർ നിലത്തേക്ക് ഒഴിച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ മജീഷ്യൻ ഇപ്പൊ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കാതറിനെ കണ്ട സമയത്ത് തന്നെ മജീഷ്യൻ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. എന്നൊന്നും ചെയ്യരുത്, എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. കാതറിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മജീഷ്യന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറയാണ്, എന്നോട് ക്ഷമിക്കണം, അന്ന് എനിക്ക് പെട്ടെന്നുണ്ടായ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തതാണ്. പിന്നീട് നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു കോട്ട് കിട്ടാത്തതുകൊണ്ട് അതെനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മജീഷ്യൻ പറയാണ്, ഞാൻ ചെയ്തതും വലിയൊരു തെറ്റാണ്. ഒരിക്കലും ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു ഡയമണ്ട് മോഷ്ടിക്കാനായിട്ട് പാടില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു ഡയമണ്ട് മജീഷ്യൻ കാതറിന് കൊടുക്കുന്നുണ്ട്. ഈ ഡയമണ്ട് കണ്ടപ്പോ തന്നെ കാതറിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ വീവറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാക്കിനെ ഇവരുടെ സ്ഥലത്ത് ഒരു കൂടിനുള്ളിൽ അടച്ചു വെച്ചേക്കാണ്. എന്നിട്ട് ആ ഒരു കോട്ട് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്കാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ ടോർച്ചർ ചെയ്യാനായിട്ട് വീവർ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാജിക് സ്റ്റിക്ക് എടുത്തിട്ട് അവന്റെ നേരെ ചൂണ്ടുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സോറോ അങ്ങോട്ട് വന്നിട്ട് അത് തടയാണ്. എന്നിട്ട് പറയാണ്, ഇവനിപ്പോ നമ്മുടെ കയ്യിലാണുള്ളത്, അത് മാത്രമല്ല ആ ഒരു കോട്ട എവിടെയാന്നുള്ളത് പറയാതെ അവന് വേറൊരു രക്ഷയില്ല, നീ എന്തിനാ അവനെ ടോർച്ചർ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ സോറോ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വീവറിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. വീവർ ഇപ്പോ അവന്റെ അടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്റെ വെറും ഒരു അടിമ മാത്രമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതി, അതല്ലാതെ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് നീ എന്നെ ഇങ്ങോട്ടേക്ക് പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് സോറോനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സോറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന പോർട്ടൽ ഉണ്ടാക്കുന്ന ഒരു ബോൾ എടുത്തിട്ട് ഇവരുടെ മുന്നിലേക്ക് ഇടുന്നുണ്ട്. കാത്തറിന്റെ വീടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടൽ അവിടെ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ഈ ഒരു പോർട്ടൽ കണ്ടിട്ട് വീവർ ആണെങ്കിൽ അത്ഭുതത്തോടെ എങ്ങനെ ആ ഒരു പോർട്ടലിലേക്ക് നോക്കി നിൽക്കുകയാണ്. വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന മജീഷ്യനും ചാർലിയും ഒലിവറും എല്ലാരും തന്നെ പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. കാതറിനെ കണ്ടപ്പോ തന്നെ വീവർ അവളോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ കാതറിൻ ഭയങ്കര സ്നേഹത്തോടെ ഈ ഒരു പോർട്ടലിന്റെ ഉള്ളിൽ കൂടെ വീവറിന്റെ അടുത്തേക്ക് വരികയാണ്. ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. മജീഷ്യൻ മോഷ്ടിച്ചിട്ടുള്ള ആ ഒരു ഡയമണ്ട് വീവറിനെ ആയിരുന്നു. ഈ ഒരു ഡയമണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരിക്കലും വയസ്സാവാത്ത രീതിയിൽ വീവറിന് നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു ഡയമണ്ട് ആണ് വീവറിന്റെ സിസ്റ്റർ ആയിട്ടുള്ള കാതറിനെ എടുത്തുകൊണ്ടുപോയിട്ട് നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ വഴക്കിലാണ്. അതാണ് കഥയുടെ തുടക്കത്തില് ഇതെന്റെ ചേച്ചിയുടെ ഡയമണ്ട് ആണ്, അത് അവർക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ നമ്മുടെ കാതറിൻ പറയുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഡയമണ്ട് വീവറിന് കാതറിനെ എടുത്ത് കൊടുക്കുകയാണ്. ഈ ഡയമണ്ട് കണ്ടപ്പോ തന്നെ വീവറിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവള് ആ ഒരു ഡയമണ്ട് വാങ്ങിയിട്ട് അവളുടെ നെഞ്ചത്ത് തന്നെ വെക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്തൊക്കെയോ എഫക്ട് ഉണ്ടാവുന്നുണ്ട്. കാതറിനാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വയസ്സായിട്ടുള്ള രൂപവും ക്ഷീണമൊക്കെ മാറിയിട്ട് വളരെ യങ് ആവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇപ്പൊ ഹാപ്പി ആവാണ്. ഇപ്പൊ വീവർ പോയിട്ട് ജാക്കിനെ ആ ഒരു ജയിലിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജാക്കിനോടും ഒലിവറിനോടും ചാർലിനോടൊക്കെ സോറി പറയാണ്. ഇപ്പൊ ജാക്ക് പറയാണ്, ഞങ്ങളുടെ വീട് കുറച്ച് ദിവസത്തിനുള്ളിൽ ബാങ്ക് ജപ്തി ചെയ്യാനായിട്ട് പോവാണ്, നിങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. കാത്തറിന് വീവറും കൂടി പറയാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ജാക്കിന്റെ വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത്രവാദി വീണ്ടും നമ്മുടെ ജാക്കിന്റെ അമ്മേനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, നീ മറ്റേ ആൾ കൂടിയിട്ട് എന്നെ നല്ല രീതിയിൽ പറ്റിക്കാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഡോക്യുമെന്റ് മുഴുവൻ ഞാൻ വായിച്ചു നോക്കി, ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വിക്കിപീഡിയയിൽ നിന്ന് എടുത്തിട്ടുള്ള എന്തോ ചില പേപ്പർ കഷ്ണങ്ങൾ മാത്രമാണ് ഇത്. അതുകൊണ്ട് ഇതുപോലുള്ള തരികിട വിദ്യകളൊന്നും കാണിക്കാതെ ഈ ഒരു പേപ്പറിൽ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് ജാക്കിന്റെ അമ്മയ്ക്ക് ഈ മന്ത്രവാദി ഒരു പേപ്പർ കൊടുക്കുകയാണ്. ഇപ്പൊ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ജാക്കിന്റെ അമ്മ ഈ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് കാത്തറിനും വീവറും ബാക്കി എല്ലാവരും കൂട്ടിയിട്ട് ജാക്കിന്റെ വീടിന്റെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പൊ അവിടെ നിൽക്കുന്ന ഈ ഒരു മന്ത്രവാദിനെ കണ്ടു കഴിഞ്ഞപ്പോ കാത്തറിനും ഒളിവറും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കാത്തറിനും വീവറിനും ഈ ഒരു മന്ത്രവാദിയെ പരിചയമുണ്ട്. അയാള് ഒരുപാട് സെൽഫിഷ് ആയിട്ടുള്ള ഒരു മന്ത്രവാദിയായിരുന്നു. മന്ത്രവാദി അയാളുടെ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിലുള്ള മുഴുവനും എനർജി അയാളിലേക്ക് ആവാഹിക്കാനായിട്ട് കുറെ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് ബെർമുഡ ട്രയാങ്കിൾ വരെ ഇയാൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കാത്തറിനും അവളുടെ ചേച്ചിയായിട്ടുള്ള വീവറും കൂടിയിട്ടാണ് ഈ ഒരു കാര്യത്തിൽ മന്ത്രവാദിനെ തടഞ്ഞിട്ടുണ്ടായിരുന്നത്. മന്ത്രവാദി ഇപ്പൊ ഇവരോട് വിളിച്ചു പറയാണ്, എനിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു 3 പോയിന്റും അതെന്റെ കയ്യിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രവാദി ജാക്കിന്റെ അമ്മേനെ കൊണ്ട് അവിടുന്ന് പോവാണ്. ഇതൊക്കെ കണ്ടിട്ട് ജാക്കും ചാർലിയും എല്ലാവരും കൂടി ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ കാത്തറിൻ പറയാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് അയാള് ഭൂമിയിലുള്ള ശക്തികള് അത് അയാളിലേക്ക് ആവാഹിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അയാൾക്ക് ഭൂമിയിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള 3 പോയിന്റുകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ജാക്കിന്റെയും മജീഷ്യന്റെയും സ്ഥലം അയാൾ വാങ്ങിയിട്ടുള്ളത്. 3ാമത്തെ പോയിന്റിലായിരിക്കും അയാൾ ഉണ്ടാവുക. ഈ 3 പോയിന്റും കൂടി കൂട്ടിച്ചേർത്തിട്ട് ബെർമുഡ ട്രയാങ്കിൾ പോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പോർട്ടൽ അയാൾ സൃഷ്ടിക്കാനായിട്ട് പോവാണ്. കാത്തറിൻ ഇപ്പോ അവരുടെ ആ ഒരു മാജിക് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അവിടെ ഒരു മാപ്പ് സൃഷ്ടിക്കുന്നുണ്ട്. മജീഷ്യന്റെ തിയേറ്റർ ഇരിക്കുന്ന സ്ഥലവും ജാക്കിന്റെ വീടിരിക്കുന്ന സ്ഥലവും ആ ഒരു മാപ്പിൽ കാണിക്കുകയാണ്. 3ാമത്തെ പോയിന്റ് എവിടെയാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ജാക്കാണെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടില് ഈ മന്ത്രവാദി ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നോട്ടീസ് കാത്തറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അയാളുടെ ഓഫീസായിരിക്കും 3ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. ആ ഓഫീസിന്റെ അഡ്രസ്സ് ഈ ഒരു നോട്ടീസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഈ ഒരു മാപ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ 3ാമത്തെ പോയിന്റ് എവിടെയാന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരെല്ലാരും കൂടിയിട്ട് മന്ത്രവാദി നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്.
ഇവരവിടെ വന്ന സമയത്ത് മന്ത്രവാദിയും അദ്ദേഹത്തിന്റെ അടുത്തായിട്ട് ഇവരുടെ അമ്മയെ നിൽക്കുന്നത് എല്ലാരും കാണുകയാണ്. ഒളിവർ അവളുടെ അമ്മേനെ കണ്ട സമയത്ത് അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. ഈ ഒരു സമയത്ത് മന്ത്രവാദിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മന്ത്രശക്തികൾ ഉപയോഗിച്ചിട്ട് ഒളിവറിനെ അവിടെ ഇങ്ങനെ ഫ്രീസാക്കി നിർത്തുകയാണ്. ഇത് കണ്ടിട്ട് വീവറിന് ദേഷ്യം വന്നിട്ട് വീവർ മന്ത്രവാദിനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ മാജിക് സ്റ്റിക്കുകളൊന്നും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മന്ത്രവാദി ഇപ്പൊ പറയാണ്, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവും നടക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഈ ഒരു ഭാഗം മുഴുവനും എന്റെ കൺട്രോളിലാണുള്ളത്. ഇവരിപ്പോ നോക്കുന്ന സമയത്ത് മന്ത്രവാദിയുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു മോതിരം ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങുന്നത് ഇവർ കാണുകയാണ്. കാതറിൻ ഇപ്പൊ പറയാണ്, അയാളുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു മോതിരം കാരണമാണ് നമ്മുടെ മന്ത്രശക്തികളൊന്നും ഇവിടെ വർക്ക് ചെയ്യാത്തത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മന്ത്രവാദി ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് അവിടെ 1-2 ഇടിമിന്നലുകൾ സൃഷ്ടിക്കുകയാണ്. ഇതിനിടയിൽ നിന്നും ഒരു വലിയ പോർട്ടല് ഇപ്പൊ തുറന്നു വരുന്നുണ്ട്. മന്ത്രവാദി ഇപ്പോ ഇവരെ നോക്കിയിട്ട് പറയാണ്, എനിക്കിപ്പോ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഒരാളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. സ്വന്തമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന എന്തും ഞാൻ തരും. അതല്ല നിങ്ങൾ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നിങ്ങനെ പറയാണ്. ഈ ഒരു സമയത്ത് മാജിഷ്യൻ മുന്നോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിലും എനിക്ക് ഇവരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാലങ്ങളായിട്ട് എനിക്ക് നിങ്ങളെ പരിചയമുണ്ടല്ലോ. അത് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു പവറും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ നേരിട്ട് കണ്ടിട്ട് തന്നെ ബോധ്യം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാജിഷ്യൻ ഈ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അയാളുടെ കൈയൊക്കെ പിടിച്ചിട്ട് അയാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മന്ത്രവാദിയുടെ കൈ പിടിച്ചിട്ട് അയാൾ അറിയാതെ അയാളുടെ കൈ കിടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മോതിരം നൈസായിട്ട് ഇങ്ങോട്ട് അടിച്ചു മാറ്റാണ്. അടുത്ത സെക്കൻഡില് കാതറിനെയും വീവറിനെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാജിക് സ്റ്റിക്ക് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോ അവർക്ക് സന്തോഷമാവുന്നുണ്ട്. വീവർ ഇപ്പോ ഈ ഒരു മന്ത്രവാദിയുടെ നേരെ ചില സ്പെല്ലുകളൊക്കെ അയക്കുന്നുണ്ട്. പക്ഷെ മന്ത്രവാദി വളരെ ഈസി ആയിട്ട് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, ഈ ഒരു മോതിരം എന്റെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിലും നിനക്ക് എന്നെ തോപ്പിക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ വീവർ പറയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ നിന്നെ തോപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്റെയും കാതറിന്റെയും ശക്തി ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വീവറും കാതറിനും ഒരുമിച്ച് ചേർന്നിട്ട് മന്ത്രവാദിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലുള്ള ആ ഒരു പവറിന്റെ മുന്നില് മന്ത്രവാദിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അയാള് ഇവരുടെ മുന്നിൽ മുട്ടുകുത്താണ്. വീവറും കാതറിനും കൂട്ടിയിട്ട് മന്ത്രവാദി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പോർട്ടലിലേക്ക് അയാൾ എടുത്തിടുന്നുണ്ട്. അയാളിപ്പോ വേറെ ഏതോ ഒരു ഡയമെൻഷനിൽ ട്രാപ്ഡ് ആയി പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഇപ്പൊ നോർമൽ ആയിട്ട് വരികയാണ്. ഇത് കണ്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഹാപ്പി ആവാണ്. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചിട്ട് ദ മജീഷ്യൻസ് റെയിൻകോട്ട് എന്ന സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.